പ്രാക്ടിക്കൽസിൽ അടുത്ത കാറ്റഗറി നമുക്ക് പഠിക്കാനുള്ളത് കോമൺ ഡിസീസ് കോസിങ് ഓർഗാനിസംസ് എന്ന് പറയുന്ന പാരസൈറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പലതരം പാരസൈറ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ആദ്യത്തെ നമ്മുടെ പാരസൈറ്റ് അസ്കാരിസിലാണ്. അതേപോലെ തന്നെ അടുത്ത പാരസൈറ്റ് എൻഡമീബ ഹിസ്റ്റോലെറ്റിക്ക എന്ന് പറയുന്ന പാരസൈറ്റിനെ കുറിച്ചാണ്. അതുപോലെ മൂന്നാമത്തത് മലേറിയൽ പാരസൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാരസൈറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പാരസൈറ്റ് എന്തൊക്കെ രോഗങ്ങളാണ് ഉണ്ടാക്കുന്നത്, ആ രോഗത്തിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഈ പാരസൈറ്റിനെ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ടിൽ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, പാരസൈറ്റ്സിൻ്റെ സെക്ഷനിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് എന്ന് പറയുന്ന ആഷ്യാലിമിന്ത് പാരസൈറ്റിനെ കുറിച്ചാണ്. ഈ പാരസൈറ്റ്സിനെ കുറിച്ചിട്ട് പ്രാക്ടിക്കൽ പർപ്പസിൽ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഫീച്ചേഴ്സ് പഠിക്കണം. അതേപോലെ ഇതുണ്ടാക്കുന്ന പ്രോബ്ലം എന്താണെന്ന് പഠിക്കണം. അതേപോലെ ആ രോഗത്തിൻ്റെ സിംറ്റംസ്. ഇത്രയും 3 കാറ്റഗറീസാണ് നമ്മൾ ഈ പാരസൈറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രാക്ടിക്കൽ സെക്ഷനിൽ നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് ആഷ്യാലിമിന്ത് വേമാണ്. ഇറ്റ്സ് കോമൺലി കോൾഡ് റൗണ്ട് വേംസ് എന്നാണ് ഈ കാറ്റഗറിയെ പറയുന്നത്. അസ്കാരിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ടാക്കുന്ന ഒരു പാരസൈറ്റാണ്. ഇത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ട്രാൻസ്മിഷനാണ്, ഫുഡ് ആൻഡ് വെജിറ്റബിൾസ്. അങ്ങനെയാണ് ഇത് ഒരാളിൽ നിന്ന് വേറെ ആളിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. അതുപോലെ സ്മോൾ ഇൻഡസ്ട്രിയിൽ കാണുന്ന എൻറ്റോപാരസൈറ്റ് കാറ്റഗറിയിൽ വരുന്ന പാരസൈറ്റാണ്. ഇതിന് സാധാരണ അസ്കാരിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സിംറ്റംസ് ആയിട്ട് ശരിക്ക് ഇൻഡസ്ട്രൈനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാം, അഥവാ ഇൻഡസ്ട്രൈനൽ പാസേജിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാം, അതുപോലെ ഡൈജഷൻ ഇമ്പയർഡ് ആവാം, ദെൻ ഡയറിയ ഉണ്ടാവാം, വൊമിറ്റിംഗ് ഉണ്ടാവാം, അതേപോലെ ടോട്ടൽ ടയർഡ്നെസ് ഫീൽ ചെയ്യാം, അതേപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവാം. ഇത്രയാണ് ഇത് ഡോമിനേറ്റ് ചെയ്യുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് എക്സിബിറ്റ് സെക്ഷൽ ഡൈമോർഫിസം. സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി മെയിൽസും ഫീമെയിൽസും ഡിഫറെൻ്റ് ആവും. കാരണം മെയിൽസിനും ഫീമെയിൽസിനും കമ്പയർ ചെയ്യുമ്പോൾ അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിൽ മെയിൽസ് സ്മോളറാണ്, ഫീമെയിൽസ് ലോങ്ങറാണ്. അതേപോലെ മെയിൽസിൻ്റെ പോസ്റ്റീരിയർ കർവ്ഡ് ആണ്, ഫീമെയിൽസിൻ്റെ സ്ട്രൈറ്റ് ആണ്. ദെൻ മെയിൽസിൽ ദർ ഈസ് എ പീനിയൽ സീറ്റ് വിച്ച് ഈസ് ആബ്സെൻറ്റ് ഇൻ ഫീമെയിൽസ്. ഇത്രയാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ള സെക്ഷൽ ഡൈമോർഫിസം എക്സിബിറ്റ് ചെയ്യുന്ന ക്യാരക്ടർ. ഇത്രയും കാര്യങ്ങളാണ് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് നിങ്ങളുടെ മുമ്പിൽ എക്സാമിനേഷന് സ്പോട്ടറായി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട പോയിന്റ്. ഇത്രയും പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുള്ള് മാർക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അടുത്ത പാരസൈറ്റ് ഉള്ളത് എൻഡമീബ ഹിസ്റ്റോലെറ്റിക്ക എന്ന് പറയുന്ന മോണോജെനറ്റിക് പ്രോട്ടോസോയിൻ പാരസൈറ്റാണ്. ഈ പാരസൈറ്റിന് നമ്മൾ സ്ലൈഡായിട്ടാണ് നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിന് എക്സാമിനേഷനെ നിങ്ങൾക്ക് സ്പോട്ടറായി വെച്ച് തരുന്നത് മൈക്രോസ്കോപ്പിലാണ്. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൽ ഇതിൻ്റെ ഇമേജ് എങ്ങനെ കാണുന്നു നോക്കാം, ഈ പാരസൈറ്റിനെ എങ്ങനെ കാണുന്നു എന്ന് നോക്കാം. ഓക്കെ, ഈ പാരസൈറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുമ്പോൾ ഇറ്റ് ഈസ് കോസിങ് അമീബിയാസിസ്. അമീബിയാസ് എന്ന് പറയുന്ന രോഗമാണ് ഉണ്ടാക്കുന്നത്. കണ്ടാമിനേറ്റഡ് ട്രാൻസ്മിഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, ദെൻ ഡിസെൻട്രി ഉണ്ടാവാം, ഇൻറ്റസ്റ്റൈനൽ അൾസേഴ്സ് ഉണ്ടാവാം. അപ്പം ഇത്രയുമാണ് വളരെ ചുരുങ്ങിയ പോയിന്റ്സ് ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. എൻഡമീബ ഹിസ്റ്റോലെറ്റിക്ക എന്ന് പറയുന്ന പാരസൈറ്റാണ്, മോണോജെനറ്റിക് പ്രോട്ടോസോയിൻ പാരസൈറ്റാണ്. അമീബിയാസിസ് എന്ന് പറയുന്ന രോഗമാണ് ഉണ്ടാക്കുന്നത്. ഡിസെൻട്രി ആണ്, അമീബിക് ഡിസെൻട്രി ആണ് ഇതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. അതേപോലെ ഇൻറ്റസ്റ്റൈനൽ അൾസേഴ്സ് ആൻഡ് ഓൾസോ അബ്ഡോമിനൽ പെയിൻ. അതിന് നമുക്ക് കാണാനുള്ളത് മലേറിയൽ പാരസൈറ്റാണ്. മലേറിയൽ പാരസൈറ്റിൻ്റെ സ്ലൈഡാണ്. നമുക്ക് ആദ്യം സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, മലേറിയൽ പാരസൈറ്റ് പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്. പ്ലാസ്മോഡിയം സ്പീഷീസ് പല സ്പീഷീസ് ഉണ്ട്. പ്ലാസ്മോഡിയം വിവാക്സ് ഉണ്ട്, പ്ലാസ്മോഡിയം മലേറിയ ഉണ്ട്, പ്ലാസ്മോഡിയം ഫാൽസിപ്പറം ഉണ്ട്. ഇതിൽ വളരെ ഡ്രെഡ്ഫുള്ളായിട്ടുള്ള, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മലേറിയ എന്ന് പറയുന്നത് മലേറിയൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പറമാണ്. ഇത് ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. ഫീമെയിൽ അനാഫിലസ് മോസ്കിറ്റോ ആൻഡ് മാൻ, ഇതാണ് 2 ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് സലൈവറി ഗ്ലാൻഡ് അഥവാ മോസ്കിറ്റോ സലൈവറി ഗ്ലാൻഡ് എന്ന ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആയിട്ടുള്ള സ്പോറോസോയിഡ് നേരെ ഹ്യൂമൻ ബീങ്സിലേക്ക് എത്തുകയും മോസ്കിറ്റോ ബൈറ്റ് വഴി ഹ്യൂമൻ ബീങ്സിൽ എത്തുകയും അത് ലിവറിലെത്തി, ലിവറിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അതിനുശേഷം അത് ബ്ലഡിലെത്തി, ബ്ലഡിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് RBC റപ്ചർ ചെയ്യുമ്പോഴാണ് ഹീമോസോയിൻ എന്ന് പറയുന്ന കെമിക്കൽ അല്ലെങ്കിൽ ടോക്സിൻ റിലീസ് ചെയ്യുന്നത്. ഹീമോസോയിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിൽഡ് ഫീവർ ഉണ്ടാവും. ഹൈ ഫീവറാണ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിംറ്റം. അതേപോലെ തന്നെ ഷിവറിങ് ഉണ്ടാവും, അതേപോലെ ചില്ലിങ് ഉണ്ടാവും. അതേപോലെ റെസ്റ്റ്ലെസ്, സ്ലീപ്ലെസ്നെസ് അല്ലെങ്കിൽ ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്,
മസ്കുലാർ പെയിൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സിംറ്റംസ് ആയിട്ട് മലേറിയൽ പാരസൈറ്റിൽ പ്ലാസ്മോഡിയം ഫാൽസിഫർ ഉണ്ടാക്കുന്ന മാലിഗ്നൻ മലേറിയ കൊണ്ടുണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഡൈജനറ്റിക് പാരസൈറ്റാണ്. അപ്പം ഇത്രയും പാരസൈറ്റ്സിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതിൽ പാരസൈറ്റ് എക്സാമിനേഷന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിഫയിങ് ഫീച്ചേഴ്സ്, അതുണ്ടാക്കുന്ന ഡിസീസ്, അതിൻ്റെ സിംറ്റംസ്, ഇത്രയുമാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പാരസൈറ്റ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്പോട്ട് ടെസ്റ്റിലുള്ള എല്ലാ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കോമൺ ഡിസീസ് കോസിങ് ഓർഗാനിസംസ് എന്ന കാറ്റഗറിയിൽ വരുന്ന പാരസൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സ്ലൈഡ്സ് കണ്ട് ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള പാരസൈറ്റ്സ് കൂടെ പഠിക്കാനുണ്ട്. ബാക്കിയുള്ള പാരസൈറ്റ്സ് തുടർന്നുള്ള വീഡിയോകളിൽ വരുന്നതാണ്. ഓക്കെ, ബൈ.